ഹായ് ഗൈസ്. ത്രിപിൾ എ കുറച്ച് ടഫായ പേപ്പറാണ്. പക്ഷെ അത് പഠിക്കാനൊരു രീതിയുണ്ട്. ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തകരാറില്ലാതെ പാസ്സായി പോവാം. എൻ്റെ റിസൾട്ട് ഇപ്പോൾ 16-ാം തീയതി വന്നല്ലോ. അപ്പോൾ ഞാൻ എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചു DMൽ ത്രിപിൾ എ എങ്ങനെയാണ് പഠിക്കേണ്ടത്? പഠിക്കാൻ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? ടിപ്സ്, ട്രിക്സ് അങ്ങനെയൊക്കെ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. ത്രിപിൾ എ ആക്ച്വലി പാസ് റേറ്റ് ഭയങ്കര കുറവുള്ള പേപ്പറാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൊഫഷണൽ ലെവലിൽ തന്നെ ഏറ്റവും പാസ് റേറ്റ് കുറവുള്ള വൺ ഓഫ് ദ പേപ്പറാണ് ത്രിപിൾ എ. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താ വെച്ചാൽ സ്റ്റുഡൻസ് അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി വളരെ തെറ്റാണ്. കാരണം ത്രിപിൾ എ നമ്മൾ ഡബിൾ എയുടെ ഒരു ഹയർ പേപ്പറായിട്ട് അതേ പാറ്റേണിൽ പഠിക്കാൻ നോക്കിയാൽ മനസ്സിലായില്ലേ? കാരണം അങ്ങനെ നമുക്ക് ഒരിക്കലും അത് പഠിക്കാൻ പറ്റില്ല. ട്രിപ്പിൾ എ ഒന്നും ആക്ച്വലി ഞാൻ ക്ലാസ്സിൽ തന്നെ പോയിട്ടില്ല. ഞാൻ ആകെ ഒരാഴ്ച, 2 ആഴ്ച എന്തോ ക്ലാസ്സിൽ പോയിട്ടുള്ളൂ. ലാസ്റ്റത്തെ ഒരു മാസം ഇരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ എക്സാം പാസ്സായത്. അതും ആ ടൈമിൽ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ജിമ്മിന് പോകുന്നുണ്ട്, അല്ലാതെ കട നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് ഈ എക്സാം പാസ്സാവാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. പിന്നെ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. കാരണം ലാസ്റ്റത്തെ ടിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എക്സാമിന് എന്നെ പാസ്സാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടാണ്. സോ ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ത്രിപിൾ എ എന്ന് പറയുന്നത് ആക്ച്വലി ഡബിൾ എയുടെ ഒരു ഹയർ പേപ്പറായിട്ട് ഞാൻ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. കാരണം രണ്ടും തമ്മിൽ രാത്രിയും പകലുമുള്ള വ്യത്യാസമുണ്ട്. ത്രിപിൾ എ അതായത് അഡ്വാൻസ്ഡ് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി SBRൻ്റെ ഒരു ഹയർ പേപ്പറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹയർ പേപ്പർ ഇൻ ദ സെൻസ് നമുക്ക് SBR പക്ക അറിയുന്നുണ്ടെങ്കിൽ ത്രിപിൾ എ സിമ്പിളായിട്ട് പാസ്സാവാം. സോ അതാണ് എനിക്ക് പറയാനുള്ള ഫസ്റ്റത്തെ ടിപ്പ്. എന്ത് കാരണം കൊണ്ടായാലും നിങ്ങൾ SBR കഴിയാതെ ഒരു കാരണവശാലും ത്രിപിൾ എ എടുക്കരുത്. അങ്ങനെ അഥവായിട്ട് എടുക്കുകയാണെങ്കിൽ 90% നിങ്ങൾ ഫെയിൽ ആവും. കാരണം SBR എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യലാണ് ത്രിപിൾ എക്ക്. ഞാൻ ആക്ച്വലി ത്രിപിൾ എ എന്ന് പറഞ്ഞിട്ട് ത്രിപിൾ എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ഭയങ്കര കുറവാണ്. ഞാൻ പഠിച്ചത് മൊത്തത്തിൽ SBR. ഞാനിത് വെറുതെ പറയുന്നതല്ല. നമുക്ക് ആക്ച്വലി ത്രിപിൾ എയുടെ ഒക്കെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. മോസ്റ്റ്ലി എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്റ്റഡാണ്. പിന്നെ ബാക്കി നമുക്ക് വേണ്ടത് ലാംഗ്വേജിലുള്ള നോളജാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പക്കയാണെന്നുണ്ടെങ്കിൽ ത്രിപിൾ എ നമുക്ക് എന്തായാലും പാസ്സാവാം. സോ നമ്മളിപ്പോൾ 2 പോയിന്റാണ് പറഞ്ഞത്. ഒന്നാമത്തത് SBR നല്ലോണം പഠിക്കുക. SBRലുള്ള ഒരു സ്റ്റാൻഡേർഡും ഒരു കാരണവശാലും വിടരുത്. എല്ലാ സ്റ്റാൻഡേർഡും അരച്ച് കലക്കി പഠിക്കുക. രണ്ടാമത്തത് SBR കഴിയാതെ ഒരിക്കലും ത്രിപിൾ എ എടുക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് വർക്ക് ആയിക്കോളെന്ന് എനിക്ക് ഒരിക്കലും പ്രോമിസ് തരാൻ പറ്റില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടേതായ മെത്തേഡ് കണ്ടുപിടിച്ച് അങ്ങനെ പഠിക്കുക. തേർഡ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ത്രിപിൾ എയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റെഫർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെന്ററിനൊക്കെ നമുക്ക് എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ മെന്റേഴ്സ് ഉണ്ടാവും ഇങ്ങനത്തെ ത്രിപിൾ എ പോലത്തെ പേപ്പറിനൊക്കെ. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന് പോവുള്ളൂ. നമ്മുടെ ആൻസേഴ്സ് എഴുതും, ബാക്കിലെ ആൻസർ നോക്കും. പക്ഷേ ബാക്കിലെ ആൻസറും നമ്മുടെ ആൻസറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം അത് എന്ന് പറഞ്ഞാൽ അത്രയും പക്ക ആൻസറാണ്. എക്സാമിന് ഒരിക്കലും നമ്മളത് എഴുതും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല ബാക്കിലെ ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ ആവും. നമുക്ക് ബാക്കി എഴുതാൻ തോന്നൂല. സോ മാക്സിമം മെന്റേഴ്സിനെ യൂസ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് മെന്റേഴ്സിനെ യൂസ് ചെയ്യാൻ മടിയുണ്ട് അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ChatGPT അല്ലെങ്കിൽ ജെമിനി ഈ 2 സാധനങ്ങൾ പക്കയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആൻസർ ഇട്ട് കൊടുക്കുക. സാമ്പിൾ ആൻസർ ഉണ്ടല്ലോ ബാക്കിയുള്ളത് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവാലുവേറ്റ് ലൈക്ക് ആൻ ICCA എക്സാമിനർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവരത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സ് പറഞ്ഞു തന്ന് നമുക്ക് അത് വെച്ച് തിരുത്താൻ പറ്റും. ഫോർത്ത് ടിപ്പായിട്ട് പറയുന്നത് നിങ്ങൾ മാക്സിമം ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കണം. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ടൈപ്പ് ചെയ്യണം. മനസ്സിലായോ? ഒരു 5, 10 ക്വസ്റ്റ്യനെങ്കിലും മിനിമം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവണം. ബാക്കി കുറച്ചെണ്ണം വായിച്ചു വിട്ടാലും പ്രശ്നമില്ല. കാരണം ആ നോളേജേലും കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ എക്സാമിന് നമുക്ക് ആൻസേഴ്സ് എല്ലാതും എഴുതി തീർക്കാൻ പറ്റൂല. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ത്രിപിൾ എ ആൻസർ മൊത്തം എഴുതി തീർക്കാൻ പറ്റിയില്ല. ടൈമിന് തീർക്കാൻ പറ്റിയില്ലാന്ന്. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പിംഗ് സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും എഴുതി തന്നെ പഠിക്കുക. ടൈപ്പിംഗ് സ്പീഡ് നല്ലോണം ഇമ്പ്രൂവ് ആയി എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൻസേഴ്സ് വായിച്ചു വിടാൻ പാടുള്ളൂ. നമുക്ക് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആൻസേഴ്സ് ഒക്കെ വായിച്ചു വിട്ടാൽ മതി. കാരണം ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒരിക്കലും ഒരു ആൻസർ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടേ അടുത്ത ആൻസറിലോട്ട് പോകുമെന്ന് വാശി പിടിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം തികയില്ല. ഞാൻ എക്സാമിന് ചെയ്തത് എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ടൈം നോക്കുക. നമുക്ക് ടൈം ആവശ്യത്തിനുണ്ട്. ഐ മീൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അതിൽ ഇരിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ നല്ല പോളിഷ് ചെയ്ത് എഴുതാം. പക്ഷേ ആക്ച്വലി അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ACCയിൽ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നത് ഒരു ടീം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത് വേറെ ടീം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത് വേറെ ടീം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നല്ലതായിക്കോട്ടെ എന്നുള്ളൊരു കാര്യം കൊണ്ട് എഴുതിയില്ലേ, അത് വേസ്റ്റാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുക 1 മണിക്കൂർ ടൈമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നറിയോ, നമ്മൾ ഫസ്റ്റത്തെ 30 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ്റെ പകുതി നല്ലോണം അടിപൊളിയാക്കി വാരി വലിച്ച് സെറ്റാക്കി എഴുതും. ബാക്കി പകുതി ഉണ്ടല്ലോ പോയിന്റ്സ് പോലെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുന്ന രൂപത്തിലാക്കി വെക്കും. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും.
ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കപ്പോൾ ഒരിക്കലും ടൈമിങ്ങിന് ഇഷ്യൂ വരില്ല. കാരണം ഇൻ കേസ് നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവിടെ പ്രശ്നമല്ല. കാരണം നമ്മൾ പോയിന്റ്സ് ആക്കിയിട്ട് അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോയിന്റ്സ് ആക്കി എഴുതുക എന്ന് പറയുമ്പോൾ പോയിന്റ് ആക്കി ബുള്ളറ്റ് പോയിന്റ് ആക്കി ഒരു ലൈൻ അങ്ങോട്ട് എഴുതിയിട്ട് അടുത്ത ലൈൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഒപ്പിച്ച് വെക്കുക. പോയിന്റുകളെ നമ്മൾ ഒപ്പിച്ച് വെക്കുക ഒരു പാരഗ്രാഫ് ആക്കിയിട്ട്. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനും എഴുതി കഴിയുമ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് വരിക. കാരണം നമുക്കപ്പോൾ ഒരുപാട് ടൈം ബാക്കിയുണ്ടാവും. എൻ്റെ എല്ലാ എക്സാമിനും എനിക്ക് ടൈം ഇഷ്ടം പോലെ ബാക്കിയുണ്ടാവാറുണ്ട്. അപ്പോൾ തിരിച്ച് ഫസ്റ്റത്തെ ആ ക്വസ്റ്റ്യനിലേക്ക് വരിക. എന്നിട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ എക്സ്പാൻഡ് ചെയ്യുക. പറ്റുന്നത്ര. ഒരുപാട് എഴുതണമെന്നില്ല. അങ്ങനെ ഫസ്റ്റത്തെ എഴുതുക, സെക്കൻഡ് എഴുതുക, തേർഡ് എഴുതുക. അപ്പോൾ നമുക്ക് ടൈമിങ്ങിന് ഇഷ്യൂ വരില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പാസ്സാവാനുള്ള മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾ റാങ്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്യണ്ട. കാരണം നിങ്ങൾക്കപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. ഞാൻ പറയണത് എല്ലാ പേപ്പറും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുക എന്ന ഉദ്ദേശം മാത്രമുള്ളവരെ പറ്റിയാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റിൻ്റെയും പകുതി മാർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി എസ്-സിക്ക് പാസ്സാവാം. കാരണം നിങ്ങൾക്കറിയാലോ 100 മാർക്കിൽ 50 മാർക്ക് കിട്ടിയാൽ മതി. സോ എല്ലാ ക്വസ്റ്റിനും പെർഫെക്റ്റ് ആക്കി എഴുതിയിട്ടേ അടുത്തതിലേക്ക് പോവുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എഴുതാതെ അൺടച്ച്ഡ് ആയിട്ടിരിക്കുന്ന കുറേ മാർക്ക് വേസ്റ്റ് ആവും. സോ എല്ലാ ക്വസ്റ്റിൻ്റെയും പകുതി നല്ല വൃത്തിയാക്കി എഴുതുക, ബാക്കി ഒപ്പിച്ച് വെക്കുക. അടുത്തതിലോട്ട് പോവുക, അടുത്തതിലോട്ട് പോവുക, എന്നിട്ട് തിരിച്ച് ഒപ്പിച്ച് വെച്ച ക്വസ്റ്റിനിലേക്ക് വരിക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക. സോ ഈ ടിപ്പ് എനിക്ക് വർക്കായിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ പേപ്പേഴ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ മോക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പ്രോപ്പറായിട്ട് ക്ലാസ്സിന് പോവുക, ഫാക്കൽറ്റി പറയുന്നത് കേൾക്കുക, മെൻറ്റേഴ്സ് എന്താണോ പറയുന്നത്, ലൈക്ക് അവർ വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റൊക്കെ തരില്ലേ, അതൊക്കെ എഴുതുക. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തുക. പിന്നെ ത്രിപിൾ എ പേപ്പർ ചെയ്ത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലും കൂടി ഇട്ടോ. കുറച്ച് പേര് കണ്ടോട്ടെ. അപ്പോൾ അത്രയുള്ള ദിവസം വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.